നമ്മളെ മനസ്സിലാക്കാതെ ഇവന്റെ ഇഷ്ടം പോലെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. എടാ അനിയാം, നീ ഇപ്പൊ എന്നോട് എന്താ പറഞ്ഞേ? പോകാനോ? ആര് നീ ഇവിടെ വിളിച്ചാൽ ഇവിടുന്ന് പോകാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്, എനിക്ക് അതിലേറെ നല്ലത്. അരവിന്ദേട്ടാ, ഞങ്ങൾ ഇവിടുന്ന് പോയാ ശ്രേയ ഒരിക്കലും അരവിന്ദേട്ടന്റെ ഭാര്യയായിട്ട് പെരുമാറില്ല. അതൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. നീയൊക്കെ ഇവിടെ ഉണ്ടായാലാ മേഡം എന്നോട് ഭാര്യയായി സ്നേഹം പങ്കിടാതെ പെരുമാറാതെ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടുപേരും റൂം വെക്കേറ്റ് ചെയ്ത് ഇവിടുന്ന് പോവാൻ നോക്ക്. പോവില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്. എടാ എനിക്കങ്ങ് കേറി വരുന്നുണ്ടേ, വീട്ടിലേക്ക് പോകാൻ നോക്കടാ. എന്നോട് പോവാൻ പറയാൻ നീ ആരാടാ? വാഗമൺ നീ സമ്പാദിച്ച സ്വത്താണോ? ഇറങ്ങി പോടാ. അരവിന്ദേട്ടാ, ഞങ്ങൾ ഇപ്പൊ മനസ്സിലാവില്ല. പക്ഷെ അരവിന്ദേട്ടൻ പറയുന്ന പോലെ ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അരവിന്ദേട്ടന് ശ്രേയ എന്തിനിവിടെ വന്നു അതേ കാര്യത്തിന് ഞങ്ങൾ ഇവിടെ വന്നത്. അരവിന്ദേട്ടൻ പോവാൻ നോക്ക്. അരവിന്ദേ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോ അവിടെ പുറത്തുനിന്ന് ആർക്കും ഒരു സ്ഥാനവും ഉണ്ടാവില്ല. നിങ്ങൾക്കിടയിൽ വന്ന് ശല്യം ചെയ്യാൻ ഞങ്ങളാരാ? നീയും ശ്രേയയും മനസ്സ് വെച്ചാ നിങ്ങൾ തീരുമാനിക്കുന്നത് നടക്കും. അതിനപ്പുറം എനിക്ക് പറയാനൊന്നുമില്ല. നീ ഭാര്യയും കൂട്ടി ഇവിടെ വന്നത് എന്തിനാണോ അത് നടത്താൻ നോക്ക്. അങ്ങനെ നടത്തിയിട്ട് നീ വന്ന് ഞങ്ങളോട് സംസാരിക്കും. ഇപ്പൊ നീ പോ. ഞാനേ ഇപ്പൊ പോവുക. പക്ഷേ നീ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മനസ്സ് ശരീരം ഒന്നാക്കി കാണിച്ചു തരാം. എന്നിട്ട് നിന്റെയൊക്കെ മുന്നിലേക്ക് ഞാൻ വരാം. കേട്ടോ അനിയാം?